ഹലോ 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 അസ്സലാമലൈക്കും. ഹലോ അസ്സലാമലൈക്കും. ഹലോ 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 അസ്സലാമലൈക്കും. വലൈക്കും സലാം. തങ്ങളാപ്പല്ലേ? ഹലോ, ആരാണ്? KPSK തങ്ങളാപ്പല്ലേ? ഇതാരാ? അല്ല, ആണോ അല്ലേ? ഹലോ, അതെ. എന്താ നിങ്ങൾ ഫോൺ ക്ലിയർ ഇല്ലേ? എന്താ ഹലോ ഹലോ പറയണേ? ഹലോ, പറയ്. ഞാൻ മണ്ണാർക്കാട് വിളിക്കണേ. എന്തേനു? പിന്നെ നിങ്ങളോടൊരു നന്ദി പറയാൻ വിളിച്ചാണ്. ഹലോ. അതെ, ഇനി കേൾക്കൂല. ഹലോ, ഇനി കേൾക്കൂല. ഹലോ, ഫോണിന് കംപ്ലൈന്റ്, സിം വേറെ ഫോൺ കിട്ടി വിളിക്കോ? അസ്സലാമലൈക്കും. ചിരിച്ചൊരു ഭാഗത്തായിട്ടാ ഇയാളെ ഫോൺ വിളിച്ച് നോക്കിയതാണ് ഒരു പ്രവർത്തകൻ. എന്താണ് തങ്ങളുടെ അവസ്ഥ? 40 കോടിയൊക്കെ പിന്നിട്ടല്ലോ എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇയാളെ ഫോണാണ്ട് കണക്റ്റ് ആകണില്ല. ആൾ ഒളിവിലാണ്. അല്ലെങ്കിൽ ഇടയ്ക്കും തലക്കും ആഴ്ചയിൽ 3-4 വോയിസ് സെറ്റൊക്കെ വരുന്നതാണ്. ഇപ്പോൾ ഒരു തഹിയ ഒരു 25-30 കോടിയൊക്കെ ആയതിന് ശേഷം തീരെ വോയിസ് പുറത്തേക്ക് കേൾക്കണമെന്നല്ല. 40 കോടി ആയതിൻ്റെ ശേഷം പിന്നെ ബോധം പോയി എന്നാണ് തോന്നുന്നത്. പകുതി ബോധത്തിലാണ് ആ ഫോണൊക്കെ എടുത്ത് സംസാരിക്കണത്. ആകെ കിളി പോറി കിടക്കുകയാണ്. എന്തായാലും കണ്ടു കിട്ടുന്ന ആളുകൾ സമസ്തൻ്റെ ബന്ധപ്പെട്ട നേതാക്കളെ ഒന്ന് അറിയിക്കുക, ഇയാൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത്. പ്രവർത്തകരെ ഒന്ന് അറിയിക്കുക. കാരണം അതിനു മാത്രം കുത്തിത്തിരിപ്പാണ് ഇയാൾ ഉണ്ടാക്കിയത്. തഹിയൻ്റെ ഫണ്ട് പ്രഖ്യാപിച്ച അന്ന് മുതൽ തുടങ്ങിയതാണ് ഇയാൾ അതിനെതിരെയുള്ള കുത്തിത്തിരിപ്പ്. സാദിഖ് അലി തങ്ങളുടെ പേരിൽ 1 ലക്ഷം എഴുതി ചേർത്തപ്പോൾ തങ്ങൾ ഉമർ ഉസ്താദിനെ വിളിച്ചിട്ട് പറഞ്ഞതാണ് എഴുതാൻ. കൊടുത്തില്ല എന്ന് വേറെ കാര്യം. കൊടുത്തില്ല എന്ന് ഇയാൾ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഞാൻ 1 ലക്ഷം അല്ലെങ്കിലും 40 കോടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും അത് വേറെ കാര്യം. കൊടുത്തില്ല എന്ന് വേറെ കാര്യം. എഴുതാൻ വേണ്ടി പറഞ്ഞാണ്, അത് ഉറപ്പാണ്. പക്ഷേ ഇയാൾ അതിനെ നിഷേധിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് പെടാപ്പാട് പെട്ടുകൊണ്ട് ആളുകളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ വിട്ട വോയിസുകളും ഒക്കെ നിങ്ങൾക്കൊന്ന് കേൾക്കാം. അതിനുശേഷം സമദ് ഫൈസി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതുകൂടി നിങ്ങൾ കേൾക്കാം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തിൻ്റെ ഫണ്ട് സമാഹരണം ആരംഭിക്കുകയാണ്. അതുകൊണ്ട് കൃത്യമായി ഉമറാക്കൾ, മദ്രസ മാനേജ്മെൻറ്റ് ഭാരവാഹികൾ, പാരമ്പര്യത്തിൽ അടിയുറച്ച് നിൽക്കുന്ന വിശ്വസിക്കുന്ന സമസ്ത സ്നേഹികളായ പ്രവർത്തകന്മാർ എല്ലാവരോടും കൂടിയാണ് എൻ്റെ ഇപ്പോഴത്തെ ഓർമ്മപ്പെടുത്തൽ. നമ്മുടെ സമ്പന്നതരായ നേതാക്കന്മാർ ഒരു കുറിയല്ല പല കുറി 100ാം വാർഷികത്തിൻ്റെ മുൻപ് പ്രശ്നം പരിഹരിക്കും എന്ന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്. ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ഇവർക്ക് ഇത് പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ 100ാം വാർഷികത്തിൻ്റെ ഫണ്ട് സമാഹരണവുമായി ഒരു കാരണവശാലും ഈ പാരമ്പര്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന നമ്മുടെ ഈ ഉലമാ ഉമറ ബന്ധം കെട്ടുറപ്പിനെ ഒരുമിച്ച് നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളും ഒരു മദ്രസ മാനേജ്മെൻറ്റും ഇതുമായി സഹകരിക്കേണ്ടതില്ല എന്ന് വിനയത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. തങ്ങളെ പേര് അത് അവരുടെ ആപ്പിൽ തന്നെ അതിൻ്റെ ആ കളി കണ്ടാൽ മനസ്സിലാവും. തങ്ങൾ കൊടുത്തിട്ടില്ല എന്നുള്ളത് മനസ്സിലായില്ലേ? അതിൽ തന്നെ കള്ളക്കളിയാണ്. ആപ്പിൽ വരുന്നതിൻ്റെ കള്ളക്കളിയിലാണ് പല പരിപാടികളും. അവർക്ക് 3 ലക്ഷം, പിന്നെ 3 ലക്ഷം കാണില്ല, 1 ലക്ഷത്തിൽ ചില്ലാനും. അപ്പോൾ ഈ 3 ലക്ഷം അവിടെ പോയി എന്ന് വെച്ചപ്പോൾ പിന്നെ 3 ലക്ഷം വന്ന് 1 ലക്ഷം കാണില്ല, 1 ലക്ഷത്തിൽ ചില്ലാൻ കാണില്ല. അങ്ങനെയൊക്കെ എന്തൊക്കെ അതൊക്കെ ആണ്ട് കാട്ടിക്കൂട്ടി ഇരപ്പക്കണ പണിയാണ് അതിലുള്ളത്. മനസ്സിലായില്ലേ? കൊടുത്തിട്ട് ഞാൻ 100% ഉറപ്പാണ്. 100%. നമ്മൾ കണ്ടാൽ വേണ്ടി പോവാം. തങ്ങൾ കൊടുത്തിരിക്കണവരാണെങ്കിൽ ഞാൻ ക്ഷേത്രങ്ങൾക്ക് വേണ്ടി പറയും. അസ്സലാമു അലൈക്കും. സൗദ് വൈശ്യാണ്. അൽഹംദുലില്ലാഹി അൽഫ മറ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്താണെന്ന് ഉള്ളിലുണ്ടെന്ന് കരുതുന്ന പലർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇന്നത്തോടു കൂടി അത് മനസ്സിലായിട്ടുണ്ടാവും. 40 കോടിയാണ് തഹിയ ഫണ്ട് പിന്നിട്ടിട്ടുള്ളത്. അത് ഇനിയും അതിൻ്റെ മുകളിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമ്മളെന്നും പറയുന്നത് പോലെ സമസ്ത അജയ്യമാണ്. മുഖ്ലിസീങ്ങളായ നിഷ്കളങ്കരായ നിസ്വാർത്ഥരായ നേതാക്കളാൽ സ്ഥാപിക്കപ്പെട്ടത് എന്നതൊരു ആലങ്കാരിക വാക്കല്ല എന്നാണ് ഇത് മനസ്സിലാക്കി തരുന്നത്. ഇതിങ്ങനെ ഈ 40 കോടി പിന്നിട്ട പോസ്റ്റർ കാണുമ്പോഴേ ഓർമ്മ വരുന്നത് പണ്ടൊരു
പമ്പറന്നോള് നമ്മളെ മലപ്പുറം ഭാഷയിൽ പറയാം. കല്യാണം കഴിഞ്ഞു പോയപ്പോൾ ഒരു കോഴിയും കജ്ജു കൊണ്ടുപോയിരുന്നു പറഞ്ഞു. അങ്ങനെ ഈ കോഴി കൂകിയാലാണ് നേരം വെളുക്കുക എന്നാണത്രേ ഈ സ്ത്രീയുടെ വിചാരം. അങ്ങനെ ഭർത്താവിനേറ്റ് തെറ്റിയപ്പോൾ ഒന്നും പറഞ്ഞ് തെറ്റുമല്ലോ. ഓള് ഞാൻ പോകുകയാണെന്ന് വെച്ചാൽ കോഴിയും ഞാൻ കൊണ്ടുപോകുകയാണ് പറഞ്ഞു. അപ്പോൾ ഓളെ വിചാരം ഓളെ കോഴി കൂകിയിട്ടാണ് അവിടെ നേരം വെളുക്കണതെന്നാ. കാരണം പുലർച്ചത് കൂകുമല്ലോ. തിരിച്ചു വന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് അവനാൻ്റെ പേരിൽ നിന്ന് ഒരാളെ വിട്ടു പറഞ്ഞു. അവിടെ നേരം വെളുക്കുന്നുണ്ടോ എന്ന് പോയോക്ക, കാരണം എൻ്റെ കോഴി കൂകണില്ലല്ലോ എന്ന പോലെ ചില ആൾക്കാരൊക്കെ മനസ്സിലാക്കിയത് ചില ആൾക്കാരൊക്കെ കൂകിയെങ്കിലേ നേരം വെളുക്കുള്ളൂ എന്നാ കേട്ടോളി, കണ്ടോളി. പമ്പ് പൂട്ടിയോലും ഫ്യൂവല് നിർത്തിയോലും വീഡിയോ കൊടുക്കാത്തോലും ഒരു 5 സെക്കൻഡിൻ്റെ ഒരു വർത്താനം പറയാൻ നേരമില്ലാത്തോലും മണിക്കൂർ കണക്കിന് അവസരം കിട്ടിയിട്ടും എന്ന് മുണ്ടാത്തോലും എല്ലാവർക്കും ഉള്ള മറുപടി ഇന്നത്തെ പോസ്റ്ററിലുണ്ട്. ഇത് മക്കളെ സമസ്തയാണ്. സമസ്ത പറഞ്ഞ ആൾക്കാർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, നിങ്ങൾ വീഡിയോ ചെയ്താലും വേണ്ടില്ല, നാട്ടുകാർക്ക് ഒറ്റ കാര്യമുള്ളൂ, സമസ്ത പറഞ്ഞോ അത് തന്നിരിക്കും. ജിഫ്രി തങ്ങൾ ഓണാക്കിയത് പൂട്ടാൻ പറ്റിയ ആൺകുട്ടികളൊന്നും ഇന്ന് കേരള മണ്ണിൽ ജീവിച്ചിരിപ്പില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഇത്. വേറൊന്നും ഇപ്പം അതിനെപ്പറ്റി പറയാനല്ല. സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി തങ്ങൾ, അല്ലാഹു കൊടുത്ത ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, ആ തണലല്ല ഒരുപാട് കാലം നിർത്തി തരട്ടെ. ആ മനുഷ്യൻ ഓണാക്കിയത് പൂട്ടാൻ പറ്റിയ ഒരു ചാണക്യനുമില്ല, ഒരു കൂവുന്ന കോയില്ല, ഒന്നുമില്ല എന്ന് അണ്ണനും മനസ്സിലാക്കുക. 2 ഉറുപ്യ തന്നുങ്ങാണ്ട് ഇബിലീസ് പറ്റിച്ചതുപോലെ പറ്റിക്കാൻ നോക്കിയ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഓലും മനസ്സിലാക്കുക, എല്ലാവരും മനസ്സിലാക്കുക. ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. അതിൻ്റെ കൂടെ നിൽക്കാനുള്ള ഭാഗ്യത്തിന് വേണ്ടി ദുആ ചെയ്യുക. ബഹുമാനപ്പെട്ട ഉമർ ഫൈസി ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, മൂപ്പരിങ്ങോട് അന്ന് പറഞ്ഞുകൊള്ളും, കന്നാനിങ്ങളെ കയറിക്കോളി. നമുക്ക് ഇനി അതാ പറയാനുള്ളത്. ഇനി ആ ഞങ്ങളെ ജിഫ്രി തങ്ങളെ റാലി വരുന്നുണ്ട്. അതിൻ്റെ എവിടെയെങ്കിലും ഒരു മൂലക്ക കയറി നിങ്ങൾ വല്ല ഈ കൂട്ടത്തിൽ കൂടി ചേർന്ന് നിന്നോളി. അത് കഴിഞ്ഞ് 100ാം വാർഷികം വരുന്നുണ്ട്. അവിടെ ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു കസേര കിട്ടുമോ നോക്കിക്കോളി. ഇല്ലെങ്കിൽ നിങ്ങളെ കോയിനെയും തൊക്കിൽ വെച്ചങ്ങാണ്ട് ഇങ്ങനെ നേരം വെളുത്തോന്ന് നോക്കി നടക്കേണ്ടി വരും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിമാനമായ ഈ തഹയ്യ ഫണ്ടിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തവർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. സമസ്തയെ അല്ലാഹു ഉയരത്തിലെത്തിക്കട്ടെ. അസ്സലാമു അലൈക്കും.